നീ എന്താ ചോദിച്ചേ? കല്ലറയുടെ അടുത്ത് നിന്നുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നോ? ഞങ്ങൾ ഉമ്മയും മാപ്പിളയും പറഞ്ഞത് അറിയാനുള്ള ഒരു തിടുക്കം കണ്ടില്ലേ? ഓ, ഞാനൊന്നും ചോദിക്കുന്നില്ലേ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നേ? പിണങ്ങാതടി. നമുക്ക് ഈ തിട്ടയിലൊന്നിരിക്കാം. ഒരു കിതപ്പ്. എന്താ അമ്മച്ചി? സാരമില്ലടി. കുഞ്ഞുമോന്റെ കാര്യം ഞാനവന്റെ അപ്പച്ചനോട് ചോദിക്കായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ചങ്കിനകത്തൊരു വിങ്ങല്, വല്ലാത്തൊരാതി. അമ്മച്ചി, അങ്ങേർക്ക് കുഞ്ഞുമോനെന്ന് വെച്ചാ വലിയ ജീവന. ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ എന്തോ എത്ര കാലം എല്ലാം മുറിച്ചു മാറ്റപ്പെടുത്തും. മുറിച്ചു മാറ്റേണ്ടതെല്ലാം മുറിച്ചു മാറ്റപ്പെടും. ആ ഡോക്ടർ മോൻ ഒന്നും തെളിച്ചു പറയുന്നില്ല, നമ്മുടെ തോമസ് കുട്ടി. പക്ഷേ എനിക്കറിയാം കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും. ഈ ഒഴുകുന്ന വെള്ളത്തെ പോലെ എല്ലാവരുടെ ജീവിതവും ഒരു പ്രവാഹമാണല്ലേ. എൻ്റെ ഈ ഒഴുക്കും കടലിൽ ചെന്ന് ചേരാറായി എന്നൊരു തോന്നൽ. മരണം എന്ന സാഗരത്തിൽ. അമ്മച്ചി എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സാഹിത്യം. അതേടി, ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയക്രമമുണ്ട്, ഒരു ഋതം. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അദ്ദേഹത്തിന് സഹിക്കില്ല എന്നറിയാം. കുഞ്ഞുമോനെ പറിച്ചു നടാറായിന്ന്. എത്ര മധുരമുള്ള മുന്തിരിയുടെ വള്ളിയായാലും വെട്ടി ഒരുക്കേണ്ട സമയത്ത് വെട്ടി ഒരുക്കുക തന്നെ വേണം. ഇത് ജീവിതവാ അല്ലേ?